അപ്പൊ നമ്മള് ജ്യൂസി ക്വസ്റ്റ്യൻ സെഗ്മെന്റ് ആട്ടോ ഇവിടെ. ഞാൻ ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇവർ ആൻസർ ചെയ്യണം. ക്ലാസ്സിൽ സീക്രട്ട് ക്രഷ് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആര്? ക്രഷ് പറഞ്ഞാൽ ഇഷ്ടല്ല, ജസ്റ്റ് കൊള്ളാം. ഒരാളെ പറയണം, ജസ്റ്റ് കൊള്ളാം. കാണാൻ കൊള്ളാന്നല്ല, കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? ഫസ്റ്റ് നമ്മൾ ഇംപ്രഷൻ കാണാൻ കൊള്ളാൻ തോന്നിയ ഒരാളെ പറയാം. കാരണം ക്രഷ് തോന്നണം നിർബന്ധമില്ലല്ലോ, ക്ലാസ് തന്നെ. ഞാൻ പറയാം, എനിക്ക് ഫസ്റ്റ് ക്രഷ് അല്ല, പക്ഷെ ജസ്റ്റ് ഫസ്റ്റ് കണ്ടപ്പോ പാവം ചെക്കെ കൊള്ളാൻ തോന്നി. എനിക്ക് ഫസ്റ്റ് കണ്ടതല്ല, ഓനെ പിന്നെ അങ്ങനെയല്ല, നല്ലൊരു അല്ലാണ്ട് പ്രശ്നമല്ല. താഴെ കമന്റ് പാവാൻ തോന്നി. 2 പോയിന്റ് പിന്നെ തോന്നിയില്ല. ഞാൻ പറയാം, രശ്മിൻ. ഞാനും ഓക്കെ കൊള്ളാൻ തോന്നിയ ഷിബി. എനിക്ക് നല്ല സ്വഭാവമാണ്, എല്ലാവരും ഭയങ്കര നല്ല സ്വഭാവം. ഇവരൊക്കെ കമന്റ് ചെയ്തോ. കോളേജിൽ ആരാണ് മോസ്റ്റ് സ്റ്റൈലിഷ് ആയിട്ട് തോന്നിയത്? അയ്യോ കൊറേ ഉണ്ടല്ലോ. ഗേൾ ഓർ ബോയ്? എനിക്ക് തോന്നുന്നത് ഗേളും ബോയും പറയണ്ടേ. ഗേള് ഗായത്രി. ഓരോ പരിപാടിക്ക് ഓരോ ലുക്കിലാ വരിക. ഗായത്രി ഹെയറും ഉണ്ട്. ഗായത്രി ഗേൾ. അത് ഇവക്കും ഉണ്ട് കേട്ടോ, ഇവക്കും ഉണ്ട്. ഓരോ ഞാൻ പറഞ്ഞില്ലേ, കുക്കി ഓരോ ദിവസം ഓരോ രീതിയിലല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വേറെ ആൻസർ. എനിക്കത് ഗായത്രി. ബോയ്സില് ജയകൃഷ്ണൻ. ശരിയാ സ്റ്റൈൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്റെ ഞാൻ പറയുന്ന അടുത്ത് ബോയ്സില് ഷാജുല്. ഗേൾസില് ഗായത്രി ഞാൻ തോന്നിയിരിക്കുന്നത്. ഗായത്രി ഉണ്ട്. റെഡിയാ. ഗേൾസില് കുക്കി. ഗ്രൂപ്പ് ചാറ്റിൽ സെൻഡ് ചെയ്തിട്ടുള്ള ക്രിഞ്ച് സ്റ്റിക്കർ അതെന്റേതായിരിക്കും. പിന്നെ വേറൊന്നില്ലേ, മറ്റേ യദുവിന്റെ ഒരു സ്റ്റിക്കർ. ക്ലാസ് ഗ്രൂപ്പിൽ ഇല്ലാത്ത വേറെ സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഗ്യാങ് വൈസ് ആയിട്ടുണ്ടാവും. നമ്മളെന്താ ഫേക്ക് ഫ്രണ്ട്സ്. ഫേക്ക് ഫ്രണ്ട്സ് ഞങ്ങളെ പേര്. നിങ്ങളെന്താ? ഗ്രൂപ്പിന്റെ പേര് കോളേജിൽ കപ്പിളാകാൻ ചാൻസ് കിട്ടിയാൽ ആരെയാണ് തിരഞ്ഞെടുക്കുക? ജസ്റ്റ് ഇമാജിനേഷൻ ആണേ, നിങ്ങള് തിരഞ്ഞെടുക്കുന്നതല്ല. ജസ്റ്റ് നിങ്ങളോട് പേരാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആരെ തിരഞ്ഞെടുക്കും? കപ്പിളല്ലേ? അല്ല, ബോയിന് തന്നെ പറയണം. ഇമാജിനേഷൻ സ്വയം പറയണം. അപ്പുറത്തോ അതില്ലേ സ്വയം ആളത് പറയാണ്ട് അടുത്ത ആളത് ചോദിച്ചു. കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? എല്ലാരും പറയാം. എല്ലാരും ഓപ്ഷൻ. ഗോപിക്ക് മാച്ച് ആയ ഒരാളാണോ? ഗോപിക്ക് മാച്ച് ആയത് പറയാളെ. അത് അഭിരാം. എനിക്ക് എനിക്കൊക്കെ ഇനി വരാം. അല്ലെങ്കിൽ തോന്നുന്നു സപ്തമിക്കാ കുറച്ചുകൂടി അഭിരാമം ചെയ്യാം. ഇത് ഫിക്സ് ആക്കി. എനിക്ക് ആരുണ്ടാവില്ല. കലിപ്പനും കാന്താരിയായി സ്നേഹം കൊടുത്തിട്ടുണ്ട്. സ്നേഹനോ അല്ലെങ്കിൽ ആൽദിനോ. സ്നേഹ നല്ല സൗണ്ട് ഓർക്കണേ. അടുത്തത് നിങ്ങക്ക് സ്നേഹം കിട്ടി. പാറുവിന് രശ്മിനോ അങ്ങനത്തെ ഒരു പാവൻ ടൈപ്പ് ഓഫ് രശ്മി ആൾക്കാർ. ഓളും പാവാണ്, കിട്ടുന്ന ആളും പാവാണ്.
കോളേജിലുള്ള അങ്ങനെ കേട്ടോ പറയണ്ട, നമ്മൾ ക്ലാസ്സിൽ മാത്രല്ല കുക്കിക്ക് നന്ദ കിട്ടി. ഇവിടെ രണ്ടും കണക്കാ, രണ്ടൊരു കിളി പോയ നീനുവിന് പാർട്ടി ശ്രീരാഗ് അപ്പുക്കുട്ടൻ ആശിഷ് കമന്റിലോ നീ ഒന്ന് മനസ്സ് വെച്ചാൽ അതിന് എല്ലാരും ഫോണ് കാണിക്കേണ്ടി വരും. കൊണ്ടുപോ. ഫോണിൽ ഹൈഡ് ചെയ്ത ചാറ്റ് ആരോടാന്ന് കാണിച്ചായിരിക്കില്ല. ഞാൻ ചെയ്തില്ലേ 5 ആൾക്കാരോട്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി. ചാറ്റത്ത് കാണിക്കണ്ട, ആരാ ചാറ്റ് കാണിച്ചില്ല, കുറെ ആളുണ്ട്. അങ്ങനത്തെ പറഞ്ഞ എന്തെന്നാ തിരിഞ്ഞിനാ ആരും കാണാണ്ട് മെസ്സേജ് അയക്കുന്നേ. മീൻസ് ഹൈഡ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചു. ഇത് അമ്മ ആണോ? അതാരാ 5 ആളൊക്കെ അങ്ങനെ അൺഫോളോ അടിക്കും. അയ്യോ ഇവരൊക്കെ കൊറേ ഉണ്ടോ? അമല്, ബിച്ചു, സജിത്ത്, മുത്തുവേട്ടൻ, ശ്രാവൺ, റിച്ചു. കാര്യമില്ലല്ലോ. ഞാൻ അർച്ചീവ് ഹൈഡ് ചെയ്തല്ല, അർച്ചീവ് ചെയ്ത് വെച്ചത് ഗ്രൂപ്പുകൾ കൊറേ മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല ഗൈസ്. ഗ്രൂപ്പുകൾ കൊറേ ഇപ്പൊ ഇല്ല അന്നേ. അമ്മേനോട് അവള് പറയുന്നത് ചിന്തിക്കുന്നുണ്ട് അവള്. എന്റത് ഞാൻ പിൻ ചെയ്ത് വെച്ച 3 ചാറ്റ് ഉണ്ട്. അമ്മ ഏച്ചി പിൻ ചെയ്ത് വെച്ചെക്കൊണ്ട് ഒന്ന് ഞാൻ തന്നെ, പിന്നെ ഒന്ന് മൈന അമ്മ. അതല്ലേ ഞാൻ ഇടയ്ക്ക് സംസാരിക്കുന്നേരം ഈ വീഡിയോ അമ്മ കാണുന്നുള്ള ബോധം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ക്രഷിന്റെ പേരൊക്കെ പറഞ്ഞു. പിന്നെ മറ്റുള്ളവർ നിന്നെ കുറിച്ച് മനസ്സിലാക്കണം എന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ ജാടിയല്ലേ. ഞാൻ നല്ല ഓരോരുത്തരെ നീ പറ. എടി ഞാൻ ആലോചിച്ചോട്ടെ, എന്തുണ്ടോ ഇങ്ങനെ പറഞ്ഞ നിങ്ങൾ പറ. ടൈം ഞാൻ ചെക്കനെയാണ്. പിന്നെ ഞാൻ ചാടയല്ല. സംസാരിക്കാം. നിന്റെ സൗണ്ടിന്റെ ഇതും കൂടി പറ. എന്റെ സൗണ്ട് എല്ലാരും പറയുന്നത് ഇങ്ങനെ ആയിപ്പോയി. എനിക്ക് അത്ര സൗണ്ട് ഒന്നും ഇല്ല. ഇത്രയും സൗണ്ട് കുറച്ച് പറയാനുള്ള ഇത്ര കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് അത്ര സൗണ്ട് ഒന്നും ഇല്ല, ജന്മന ഇങ്ങനെ ആയിപ്പോയി. അടുത്തത് നീ പറ. എന്നെ പറ്റിയോ? എന്നെ പറ്റിയോ നല്ലത് പറയണല്ലേ? ശരി, നാളെ തൊട്ട് എല്ലാരും നല്ലത് പറയും. എന്നെ പറ്റിയാലും കേട്ടെന്ന് പറയുന്നില്ല അല്ലേ? എനിക്ക് എല്ലാരോടും സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങോട്ട് കേറി സംസാരിക്കാൻ എനിക്ക് ആവാത്തതുകൊണ്ട്. അല്ലാണ്ട് എനിക്ക് ചാടുള്ളത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ എല്ലാ ടീമിലും പോയിട്ട് അപ്പാട് ഇങ്ങനെ ഫ്രണ്ട്ലി ആവാനാവൂല. എനിക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മാത്രം. എനിക്കും ചാടേണ്ടിയാണ്. ഒരാളെ കാണുമ്പോ അയാൾ അങ്ങനെ കണ്ട് ജഡ്ജ് ചെയ്യാണ്ട് അയാൾ എന്താന്ന് പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്യാം. സംസാരിച്ചിട്ടല്ല. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ its cover. വിവരമുള്ളവരെ പറഞ്ഞത് വെറുതെ അല്ല. പിന്നെ നിന്റെ ഭാവിയെ കുറിച്ച് ഏറ്റവും വലിയ പേടി എന്താണ്? നല്ല പണിയും കിട്ടുമോ? ഇവളെ എനിക്കറിയാം. ഇവളാരെ കിട്ടും? കല്യാണം കഴിക്കുമോ? കല്യാണം കഴിക്കുമോ? ഇന്ത്യനോ? ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താക്കും? അമ്മായി കളിക്കുന്ന വീഡിയോ എടുക്കുന്ന അതൊരു വാലിഡ് പോയിന്റ് ആണ്. എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താക്കുന്നല്ല. അല്ലല്ല, അതെന്തിനുണ്ട്? എനിക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ എനിക്ക് ട്രോള് വരും. ഇല്ല, എനിക്കിപ്പോ എന്തോ ഒരു പേടി. കാരണം നമ്മളിപ്പോ കല്യാണം കഴിച്ച് അമ്മക്കൊരു കുട്ടികളുണ്ടായി. ഇപ്പോഴത്തെ ജനറേഷൻ അല്ല, ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ കുറച്ചൊക്കെ ഭയങ്കര അങ്ങനെയല്ല. ഈ ഡ്രഗ്സ് പാരന്റ്സ് എത്ര ഹാൻഡിൽ ചെയ്താലും ഓരൊക്കെ ഭയങ്കര ഇതിലേ പോകുന്നത്. അപ്പം അമ്മക്കൊരു നമ്മളൊരിത് അങ്ങനെയല്ല. ഞാൻ ചിന്തിക്കലുണ്ട് ഇടയ്ക്ക്, ചില കുട്ടികൾ അങ്ങനെ കാണുമ്പോ നമ്മളും ഒരു പാരന്റ് ആവേണ്ടതല്ലേ, അപ്പൊ നമ്മളെ വികാരം എന്തായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. എനിക്കൊരു പേടി മാത്രമാണ്.
പേരൻസ് നല്ല നോക്കാൻ പറ്റുമോ? എന്റെ ഞാൻ ഒരു പാരന്റിങ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനിപ്പോ ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യണം എന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ നമ്മളെ ജനറേഷൻ എന്താവും, നമ്മളെ കുട്ടികൾ എന്താന്നുള്ളൊരു സംഭവം നമുക്ക് ഉണ്ടാവില്ല. വേറൊരാളെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും. അത് കുറച്ച് അങ്ങനെ ഒരു മൈൻഡ് വന്നതിനെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇതിന്റെ എന്താ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പറഞ്ഞേ? നോക്കാൻ പറ്റുമോന്നൊരു എന്റെ ഡിഗ്രി ഞാൻ എന്ത് ചെയ്യും, ഒന്നും ആവാതെ ആയി പോകുന്നൊരു പേടി. നീ വിചാരിക്കുന്ന ഒരു തെറ്റ് എന്നാണ് ഇനി ഒരിക്കലും ചെയ്യരുതെന്ന്. റിലേഷൻഷിപ്പിലാവാൻ ഒരാളെ സ്നേഹിക്കാൻ പാടില്ല, സ്നേഹിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, ഒരു സംഭവം ഉണ്ടാവും. അമിതായിട്ട് ആരും വിശ്വസിക്കും. എല്ലാരെയും നമ്മുടെ ഫ്രണ്ട് ആയിട്ട് കാണരുത്. നമ്മുടെ റൂംമേറ്റ് ആണ്, ക്ലാസ്മേറ്റ് ആണ്, ബെഞ്ച്മേറ്റ് ആണ്, ബസ്മേറ്റ് ആണ്. അങ്ങനെയായിരിക്കണം. ഒരാളില്ലെങ്കിൽ നമുക്ക് അവിടെ എന്താ പറയാ, പെട്ടെന്ന് ഒരാൾ ഇല്ല നമ്മൾ കൂടെ നിന്ന് പോയാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന സംഭവം ഉള്ളിൽ വേണം. എന്റെ ഓപ്ഷൻ ഞാൻ പണ്ട് ഇങ്ങനെ എനിക്ക് എന്നെ പറ്റി ആരെന്ത് പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ഹേർട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഓലെന്ത് ഓലിക്ക് ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടായോ, എന്റെ സന്തോഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അത് കുറച്ച് കൂടുതലല്ലേ എക്സാമ്പിൾ ഞാനിപ്പോ ഇവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവക്ക് പിന്നെ അത് ആലോചിച്ച് ടെൻഷൻ ആയിരിക്കും. എന്നെ നല്ല ഉദ്ദേശിച്ച പുറത്തുള്ള ഇപ്പം അങ്ങനെ ഒരാള് എല്ലാരും എന്നെ ഇഷ്ടപ്പെടണം എന്നുള്ള മൈൻഡായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്ക് ഡിഫറെന്റ് ക്യാരക്ടറാണ്. ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർ ഉൾക്കൊള്ളുക, അല്ലാത്ത ആൾക്കാർ ഉൾക്കൊള്ളണ്ട. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ മറ്റൊരാളെ ആക്കാൻ പാടില്ല. ഇപ്പൊ എന്നോട് കുറെ ആൾക്കാർ ഭയങ്കര ഓവർ ടോക്കാണെന്നൊക്കെ പറയണ്ട. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാനത് കുറച്ചുണ്ട് എന്റെ ഒരു ഞാനല്ലാതാവില്ലോ. ഈ സംസാരം കൊണ്ട് വേറെ ആൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ, വേണ്ട, ഓൾക്ക് ഇഷ്ടപ്പെടണ്ട. ആ ഒരു സംഭവം ഒരിക്കലും ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി അസൂയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അസൂയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി തന്നെ പോയി പറയൂ ഇങ്ങനെയുണ്ട്. എനിക്ക് തോന്നി ഞങ്ങളൊരു സംഭവം പറയുകയാണെങ്കിൽ ക്യാമറ ഓഫ് ആയോ? അങ്ങനെ ഞാനൊരു സംഭവം പറയുകയാണെങ്കിൽ ഇപ്പൊ എക്സാം ആവുന്നതാണെങ്കിലും ഓപ്പോസിറ്റ് ആളെ വിളിച്ചിട്ട് ഇനി പഠിക്കും, ഞാൻ പഠിക്കാന്ന് പറയുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ ഇടയിൽ. അപ്പൊ അസൂയില്ലാന്ന് എനിക്ക് തോന്നുന്നു. അസൂയൊന്നുമില്ല. ഇവിടെ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വിളിച്ച് പറയാം അസൈൻമെന്റ് അതുണ്ട് ഇത് അങ്ങനെ. അപ്പൊ പിന്നെ ഞാൻ പഠിച്ചൊരു കാര്യം പറയട്ടെ ഗൈസ്, എനിക്കുണ്ടല്ലോ എനിക്കങ്ങനെ അറ്റാച്ച്മെന്റ് അങ്ങനെ അധികം അങ്ങ് ഇതാവുന്നില്ലേ, തോന്നുന്നില്ലേ. പക്ഷെ ഇവളുണ്ടല്ലോ, നമ്മള് വീട്ടിലെത്തിയാ ഇനി വിളിക്കണേ അല്ലെങ്കിൽ വീട്ടിൽ ആദ്യമായിട്ട് എനിക്ക് കുറവേനു ഇതെല്ലാം കേൾക്കുമ്പോ അയ്യോ ഞാൻ വീട്ടിലെത്തി നമ്മള് ചോദിക്കുന്നത്. പക്ഷെ പിന്നെ ചോദിക്കും വീട്ടിലെത്തിയോ, ബസ് കയറിയില് ഇടിഞ്ഞു വീട്ടിലെത്തിയോ, അന്നേരം നമ്മള് പഠിപ്പിച്ച ശീലാണ് ഗൈസ്. എനിക്ക് ആദ്യം ഉണ്ട്, പക്ഷെ സപ്തമിന്റെ കൂടെ പോകാൻ ഏറ്റവും നമ്മളെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡന്റ് എന്നാണ്? ഓരോരുത്തർ പറയുന്നോ? എനിക്കുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ അടിയത്തിപ്പോ കണ്ടിട്ട് എന്നെ നോക്കും. ഞാൻ ചെറുപ്പത്തില്ലേ, ഞാനും ചെറുതാ, ഓളും കുഞ്ഞ. അപ്പൊ ഇപ്പോഴാണ് ഓള് പിന്നെ എന്റെ അടുത്ത് തർക്കിക്കുക. പക്ഷെ ആ സമയത്ത് ഓള് എന്നോട് ഞാൻ പറയുന്നത് കേൾക്കുക. അങ്ങനത്തെ ചെറിയൊരു സമയം. അന്നേരം ഒരു ദിവസം പറയണോ? അന്നേരം ഞാനിങ്ങനെ ഒരു ദിവസം എന്റെ തറവാട്ടിൽ നിൽക്കുമ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്തോ പറഞ്ഞു തന്നെ. അവസാനം എന്താ എനിക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഉള്ളിൽ എന്തോ കേറിക്കുന്നുള്ള രീതിയിൽ, പ്രേതം കേറിക്കുന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിച്ച്. ഞാൻ എപ്പോഴേ അഭിനയിക്കും. ഞാൻ അഭിനയിച്ചിട്ട് എന്നിട്ട് ഞാൻ അയ്യൊരു ആത്മാവായിട്ട് ഞാൻ ആത്മാവായിട്ട് ഞാൻ ഓട് പറഞ്ഞ് ഞാൻ ഇനി ഏച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം, ഏച്ചിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം ഇനി, അല്ലെങ്കിൽ ഞാൻ ഓളെ കൊന്നറിയും. അങ്ങനെ
ഞാൻ പറഞ്ഞിട്ട് ഓളങ്ങനെ ചെയ്തി കിട്ടോ. ഓള് കുറച്ച് ഞാൻ എന്നെ ഇതേപോലെ തന്നെ ഞാൻ LP പഠിക്കുന്ന സമയത്ത് ഞാൻ ബാഗിൽ ഇങ്ങനെ കുട്ടികൾ കാണുമ്പോൾ വലിയ എന്തോ ഒരു കാര്യത്തിൽ ഇങ്ങനെ ബാഗിൽ കയറ്റിട്ട് ഗുളിക പോലെ തന്നെ എടുത്ത് നിന്നിട്ട്, കാരണം എനിക്കെന്തോ ശക്തിയുണ്ട്, എനിക്കിങ്ങനെ ഇങ്ങനെ ചന്ദ്രനെല്ലാം പോകാൻ പറ്റും രാത്രി. അപ്പൊ കുട്ടികളെ മുന്നിൽ അഭിനയിക്കും, ഒരു ഗുളിക ഇങ്ങനെ ബാഗിൽ നിങ്ങൾ എടുത്തിട്ട് ഇവര് കാണാണ്ടല്ല ഇങ്ങനെ തിന്നെല്ലാം ചെയ്യും. അന്നേരം ഇവരിക്കലും ഇവള് വലിയ എന്തോ സംഭവമാണ്. ഞാനും കളിച്ചിട്ട് സത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്റെ അറിയാതെ പണ്ട് ഞാൻ ജ്യൂസ് പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട്. ലാസ്റ്റ് ഒരു 4 മണിയാവും വണ്ടി വരാൻ വേണ്ടി. ആ സമയത്ത് ഞാൻ കുറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. വണ്ടിക്ക് പോകുന്ന ബസ് മീറ്റ്സില്ലേ, അപ്പോ വൈകുന്നേരം അപ്പൊ ഞാൻ പ്രേതം കളിക്കും. ഞാൻ പണ്ട് ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ കളിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പ്രേതം. ഇന്നെ ഇവിടെ ഒരു റൂമിൽ പൂട്ടിയിട്ട് ഞാൻ അവിടെ കുത്തും കരഞ്ഞു നിലയെ വിളിച്ച് കരഞ്ഞ്. പിന്നെ അവൾക്ക് പേടി എന്നെ ഇങ്ങനത്തെ ഇനി വേണ്ട കളിക്കാൻ പറയാം. ഒരു പുതിയ സിനിമയിലല്ലോ എന്റെ ജീവിതമേ ഒരു തമാശ. നമുക്ക് ഒരുപാട് ഫണ്ണി ഉണ്ടാവും തോന്നുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മയില്ലാത്ത. മേ ബി ഞാൻ നേഴ്സറി പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഉറങ്ങൂല, ചത്താടി ഉറങ്ങൂല, എല്ലാവരും കിടത്തിക്കുമല്ലോ. അപ്പൊ നേഴ്സറിന്റെ അപ്പുറത്ത് 2 ഏട്ടന്മാരുണ്ട്. ആ ഏട്ടന്മാരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കടലെടുത്ത് ഇങ്ങനെ എറിഞ്ഞ് കഴിക്കും. ഞാൻ അത് കണ്ടിട്ട് കടലെടുത്ത് ഇങ്ങനെ എറിഞ്ഞ് നേരെ മൂക്കിലായിട്ട് പോയി. എന്നിട്ട് അവിടെ നിന്നോട് ഞാൻ വലിച്ചേറ്റിക്കൊണ്ടുവന്ന് അവസാനം നാട്ടുകാർ മൊത്തം കൂടി അമ്മ വന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ എന്തൊക്കെ നോക്കി, അങ്ങനെ എന്തൊക്കെ ആക്കി അവസാനം എന്തൊക്കെ ആക്കി സാധനം എടുത്തിട്ട് വേണല്ലോ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അതിപ്പം നമ്മൾ 1ാം ക്ലാസ് തൊട്ട് ഇവിടെ വരെയുള്ള സംഭവം കേട്ടോ. അയ്യ വെച്ചിട്ട് സെയിം ക്ലാസ്സിൽ ആരെങ്കിലും ക്രഷ് ചെയ്തിട്ടുണ്ടോ? സെയിം ക്ലാസ്സിൽ ഒന്നോട്ട് ചെറുപ്പം തൊട്ട് നമ്മൾ ചെറുപ്പത്തിൽ പിഞ്ച് മനസ്സിൽ നമുക്ക് എന്തേ തോന്നിക്കൂടെ? ഞാൻ പഠിച്ച തൊട്ട് ഇതുവരെ എന്റെ ക്ലാസ്സിൽ 5ഓ 6ഓ ബോയ്സ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിലൊന്നും നല്ല ഇല്ലേ? അതിലിപ്പോ LP ക്ലാസ്സില് തോന്നിക്കേനു. അതെന്താണെന്നറിയോ? അല്ല, ഞാൻ എന്നെ എല്ലാ പരിപാടിക്കും പോവുക, എന്തായാലും എഴുത്തായാലും, അതായത് ഗോപിക പണ്ടത്തെ പ്രണയത്തിൽ ഇവിടെ ഒരു മ്യൂസിക് ഇട്ടത് ഞാൻ ഞാനാണിക്കുന്നില്ല. എനിക്കില്ല. ഞാൻ 8 മുതൽ +2 വരെ ഗേൾസ് സ്കൂളായി. അപ്പൊ ഗേൾസിനോട് അതുകൊണ്ടാണ് ലെസ്ബിയൻ അപ്ലിക്കേഷൻസ് കിട്ടുന്നത്. എനിക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കുണ്ട് പറഞ്ഞാൽ മതിയോ? ഉണ്ടല്ലേ നമ്മളെ ഫോണില് പാരന്റ്സ് കാണുന്നതെന്ന് തോന്നുന്ന ചാറ്റ് ഉണ്ടോ? ഉണ്ട്, ഇവരെ ഗ്രൂപ്പ്. അതോ അത് ഇനിയിപ്പോ അമ്മ അങ്ങനല്ല, നമ്മള് പിന്നെ ഇടാൻ കൂടി അങ്ങനെ സംസാരിക്കൂലേ, കുശുമ്പൊക്കെ പറയില്ലേ? കുശുമ്പല്ല, ഗോസിപ്പ് പറയല്ലോ. അങ്ങനെ ഈ ചാറ്റ് കാണുന്നതെന്ന് ആഗ്രഹമുണ്ട്. ഇൻസ്റ്റഗ്രാം ചാറ്റ് നിന്റെയോ? പിന്നെ ഓരോരുത്തർ അയക്കുന്ന പൊട്ട റീലും ഇവരെ അയക്കുന്നു. അപ്പൊ 2 കുട്ടികൾ പോയി, അവർക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ സംസാരിച്ച് ടൈം പോയാറില്ല. അപ്പം ഈ ചലഞ്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത ചലഞ്ച് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചലഞ്ച് ആയിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോ വരുന്നതാണ്. ബൈ.